നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം തരം തുല്യതാ മലയാളം പാഠാവലിയിലെ പാഠം 4 അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠഭാഗമാണ്. അധ്യയന മാധ്യമം, അതായത് പഠിക്കാനുള്ള മാധ്യമം, എല്ലായ്പ്പോഴും മാതൃഭാഷയാണ് വേണ്ടത് എന്ന ഒരു ആശയത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ഈ പാഠത്തിലൂടെ. ഈ പാഠം മഹാത്മാഗാന്ധിയുടെ ഗാന്ധി സാഹിത്യം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എത്രമാത്രം ശക്തമായി പ്രതികരിച്ചുവോ അതേ രീതിയിൽ തന്നെ ഗാന്ധിജി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെയും പ്രതികരിക്കുന്നു. ഈ ലേഖനത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലായ്പ്പോഴും വിദ്യാഭ്യാസം നമ്മുടെ സ്വന്തം നാട്ടുഭാഷയിലൂടെ തന്നെ ആകണം എന്നാണ്. നമുക്കൊരു ഭാഷയുണ്ട്, നമ്മുടെ മാതൃഭാഷ. നാം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നാം കേട്ടുപഠിക്കുന്ന നമ്മുടെ സ്വന്തം ഭാഷ. ആ ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും ഒരു വിദ്യാർത്ഥിക്ക് വളരെ ഗുണകരമാണ്, എളുപ്പമാണ്. ഏത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രതികരിക്കാനും സ്വന്തം മാതൃഭാഷയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വിദേശ ഭാഷാ പഠനം എപ്പോഴും വളരെ കഠിനമായിരിക്കും. അത് ഏതൊരാൾക്കും വലിയൊരു ഭാരം തന്നെയായിരിക്കും എന്ന് ഗാന്ധിജി ഈ പാഠത്തിലൂടെ തുറന്നു കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിന്താഗതികളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷ് ഭാഷാ പഠനം, ആ സമ്പ്രദായം വലിയ ഒരു ദുരന്തം തന്നെയാണെന്ന് അദ്ദേഹം തുറന്നു തന്നെ പറയുകയാണ്. നമ്മുടെ സ്വന്തം നാട്ടുഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഏതൊരു കാര്യവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് അറിയാത്ത മറ്റൊരു ഭാഷയിൽ പഠിക്കുമ്പോൾ നമുക്ക് അത് വളരെയധികം നമ്മുടെ തലച്ചോറിനെയും അതുപോലെ നമ്മുടെ ശരീരത്തിനെയും ഒക്കെ വളരെയധികം അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വിദേശ ഭാഷ നമ്മുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് താങ്ങാനാവാത്ത ഭാരം ചുമത്തിയിരിക്കുന്നു. അവരെ വെറും കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരുമാക്കി മാറ്റിയിരിക്കുന്നു. സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റാത്തവരാക്കിയിരിക്കുന്നു. അവരുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും പ്രവേശിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഈ വിദേശ ഭാഷ പഠിക്കുന്നതിലൂടെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളായി മാറിയിരിക്കുന്നു. അദ്ദേഹം തുറന്നു പറയുകയാണ്, ഈ വിദേശ ഭാഷാ പഠനം, ഇംഗ്ലീഷ് ഭാഷാ പഠനം നമ്മുടെ കുട്ടികളെ ഒന്നിനും കൊള്ളാത്തവരാക്കിയിരിക്കുന്നു. അവർക്ക് അവരുടെ തലച്ചോറിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. അവരുടെ മേൽ ശക്തമായ താങ്ങാനാവാത്ത ഭാരം ചുമത്തിയിരിക്കുന്നു. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം ഇതാണെന്ന് അദ്ദേഹം തുറന്നങ്ങനെ പറയുകയാണ്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇംഗ്ലീഷ് പഠന സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം ഇതാണ് എന്ന് ഗാന്ധിജി പറയുന്നത് എന്തെല്ലാം? ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരം. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാനൊരു സ്വേച്ഛാധിപതി, അതായത് സ്വന്തം കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ സാധിക്കുന്നവൻ, സ്വേച്ഛാധിപതി. അങ്ങനെയുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഞാൻ ഈ വിദേശ ഭാഷാ പഠനം ഇന്നു തന്നെ നിർത്തുമായിരുന്നു. അതിനുള്ള ഉത്തരവ് ഞാൻ വിദ്യാലയങ്ങളിലെ ടീച്ചർമാരെയും പ്രൊഫസർമാർക്കും നൽകുമായിരുന്നു. എന്നിട്ട് നാട്ടുഭാഷയിലുള്ള പഠനം വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തും. അതിനുള്ള പാഠപുസ്തകങ്ങൾ അച്ചടിച്ചു വന്നിട്ടില്ല എങ്കിൽ അത് വരുന്നതുവരെ ഞാൻ വെറുതെ നിൽക്കില്ല. ഞാൻ പഠനം തുടരും, അത് അതിന്റെ പുറകെ വന്നുകൊള്ളും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഗാന്ധിജി പറയുന്ന ആശയം മറ്റൊന്നുമല്ല, വിദ്യാലയങ്ങളിൽ
പഠന സമ്പ്രദായം നമ്മുടെ നാട്ടുഭാഷയിൽ തന്നെ, നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിന് അതിനൊരു സാധ്യത, കഴിവുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ നിമിഷം തന്നെ നമ്മുടെ നാട്ടിലെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം നിർത്തലാക്കുമായിരുന്നു എന്നും തുറന്നു പറയുന്നു. സ്വന്തം ഭാഷയിലല്ലാതെ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് അവരുടെ ജന്മാവകാശം അപഹരിക്കലാണ്. നമുക്ക് ഒരു അവകാശമുണ്ട്. നാം ഏത് നാട്ടിലാണോ ജീവിക്കുന്നത്, ഏത് സ്ഥലത്താണോ താമസിക്കുന്നത്, നാം ജനിച്ചത് എവിടെയാണോ അവിടുത്തെ ഭാഷ. നമ്മൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ, അല്ലേ? എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? അത് നമ്മുടെ മാതൃഭാഷയായതുകൊണ്ട്. നാം അറിവായ കാലം മുതൽ ആരും പറഞ്ഞു തന്നിട്ടല്ല, നാം കേട്ട്, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ളവരുമെല്ലാം സംസാരിക്കുന്നത് കേട്ട്, നമ്മൾ അറിയാതെ, നമ്മൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ഭാഷ പഠിക്കുന്നു. ആ ഭാഷയിലൂടെ നമുക്ക് ഏത് കാര്യവും വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ, പറയാൻ സാധിക്കും, നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ നമുക്കറിയാത്ത മറ്റൊരു വിദേശ ഭാഷയിൽ നമുക്കങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായിട്ടും സാധിക്കില്ല. അതിന് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടണം. ആ ഭാഷ നമ്മൾ നന്നായി പഠിക്കണം. പഠിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ആ വൈദേശിക ഭാഷയിലൂടെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ഗാന്ധിജി പറയുന്നത്, ചെറുപ്പക്കാരുടെ മേൽ ഇത് അർഹമല്ലാത്ത ഭാരം തന്നെയാണ് ചുമത്തുന്നത്. അവരുടെ ഉള്ളിലുള്ള നൈസർഗിക ജന്മസിദ്ധികളെ അത് അപഹരിക്കുന്നു, ഇല്ലാതെയാക്കുന്നു, അവരുടെ വളർച്ച മുട്ടിക്കുന്നു, അവരെ അവരുടെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒരു ദേശീയ ദുരന്തമായിട്ട് തന്നെ കാണണമെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരു പരിധിവരെ വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നാം. വീണ്ടും അദ്ദേഹം തുടരുകയാണ്, ഇപ്പോൾ നൽകുന്ന ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടല്ലോ, അത് ഇന്ത്യക്കാരനെ നിർവീര്യനാക്കിയിരിക്കുന്നു, ഒന്നിനും കഴിവില്ലാത്തവനാക്കിയിരിക്കുന്നു, ശക്തിയില്ലാത്തവനാക്കിയിരിക്കുന്നു. അത് വിദ്യാർത്ഥികളുടെ സിരകളിൽ, ഞരമ്പുകളെ കഠിനമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധത്തിന്റെ അധ്യായങ്ങളിൽ ഏറ്റവും ദുഃഖകരമായ ഒന്നാണ് നാട്ടുഭാഷകളെ സ്ഥാനഭ്രഷ്ടമാക്കിയത്. ഇവിടെ ഇംഗ്ലീഷുകാർ വന്നു, കാലക്രമത്തിൽ നമ്മുടെ രാജ്യത്തെ അവർ അവരുടെ രാജ്യമാക്കി മാറ്റി. നമ്മൾ അവരുടെ അടിമകളായി മാറി. ഇംഗ്ലീഷുകാർ വന്നതിന്റെ ഫലമായിട്ട് അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു വലിയ ദുഃഖം ആയിട്ട് ഗാന്ധിജി പറയുന്നത് മറ്റൊന്നുമല്ല, നാട്ടുഭാഷകളെ സ്ഥാനഭ്രഷ്ടമാക്കിയതാണ്. ഇവിടെ നാട്ടുഭാഷകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതെയായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉള്ളവനാണ് ഇവിടെ സ്ഥാനം. അവനാണ് ഉയർന്ന ജോലികൾ ലഭിക്കുക, സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കുക. ഇംഗ്ലീഷ് അറിയാത്തവന് ആ കാലത്ത് ഒരു വിലയും കൊടുത്തിരുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വൺ വേഡ് ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധത്തിന്റെ അധ്യായങ്ങളിൽ ഏറ്റവും പരിതാപകരമായ ഒന്ന് ഇതാണ്. ഏത്? ഉത്തരം, നാട്ടുഭാഷകളെ സ്ഥാനഭ്രഷ്ടമാക്കിയത്. അദ്ദേഹം വീണ്ടും തുടരുകയാണ്, ഭാരതത്തിലെ രണ്ട് വലിയ സാമൂഹിക പരിഷ്കർത്താക്കളാണ് രാജാറാം മോഹൻ റോയ്, ലോകമാന്യ തിലകൻ, ബാലഗംഗാധര തിലകൻ. രാജാറാം മോഹൻ റോയ് നമുക്കറിയാം, അദ്ദേഹം സതീ സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്ന ഒരു വലിയ അനാചാരമായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യയും മരിക്കുക എന്ന സമ്പ്രദായം, സതീ സമ്പ്രദായം, അത് നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ ആ സാമൂഹിക പരിഷ്കരണ ചിന്തകൾ എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയുള്ള രാജാറാം മോഹൻ റോയ്, അതുപോലെ ലോകമാന്യ തിലകൻ, ഇവരൊക്കെ ഭാരതത്തിന്റെ സാമൂഹിക രംഗത്ത് ഒരുപാട് സേവനങ്ങളും മറ്റും ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഗാന്ധിജി പറയുന്നു, ഇവരുടെ സേവനങ്ങൾ വളരെ വലുതാകുമായിരുന്നു എങ്ങനെയായാൽ നാട്ടുഭാഷയിൽ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ.
രാജാറാം മോഹൻ റോയ്, അതുപോലെ ലോകമാന്യ തിലകൻ, ഇവരൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടിയവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അത് ഒരു കൃത്രിമമായ രീതിയായിരുന്നുവെന്ന് അദ്ദേഹം ഗാന്ധിജി പറയുന്നു. അവരുടെ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ ആ ജനങ്ങളുടെ ഭാഷയിൽ, അവരുടെ ഭാഷയിൽ, നാട്ടുഭാഷയിൽ പ്രചരിപ്പിച്ചിരുന്നു എങ്കിൽ അത് വളരെ വളരെ വലുതാകുമായിരുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, ബൈബിളിന് ഒരു അധികൃത വിവർത്തനമില്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ നില എന്താകുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ബൈബിൾ ക്രിസ്തുമത ഗ്രന്ഥം, അത് ലോകത്തിലെ എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണെങ്കിൽ അതിന് ലോകം മുഴുവൻ പ്രചാരം ലഭിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. അത് എല്ലാവർക്കും വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ലോക ഭാഷകളിൽ അത് തർജ്ജമ ചെയ്തതുകൊണ്ട് ബൈബിൾ വായിക്കാനും അതിലെ ആശയങ്ങൾ മനസ്സിലാക്കാനും എല്ലാം ലോക രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും കഴിഞ്ഞു. തുടർന്ന് അദ്ദേഹം പറയുന്നു, റാംമോഹൻ റോയിയെ കുറിച്ചും തിലകനെ കുറിച്ചുമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അവരെക്കാൾ മഹാന്മാരായ പലരും, ചൈതന്യൻ, കബീർ, നാനാക്ക്, ഗുരു ഗോവിന്ദ സിംഗ്, ശിവജി, പ്രതാപസിംഹൻ, ഇവരെല്ലാം ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നവരെ തന്നെയായിരുന്നു. പക്ഷെ അവരാരും ഇംഗ്ലീഷിലല്ല കാര്യങ്ങൾ ചെയ്തിരുന്നത്, ഇംഗ്ലീഷ് ഭാഷയിലല്ല കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനം, ശ്രദ്ധ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താസൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും വലുത്. നോക്കൂ, ഇന്ത്യയെ ഒരു അന്ധവിശ്വാസം ബാധിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും വലുതെന്താണെന്നാണ് ഗാന്ധിജി പറയുന്നത്. സ്വതന്ത്രമായ ആശയങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണ് എന്നൊരു വിശ്വാസം. തീർച്ചയായിട്ടും ഇത് ഒരു അന്ധവിശ്വാസമല്ലേ? ആണ്. കാരണം നമ്മുടെ ആശയങ്ങൾ സ്വതന്ത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വികസിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാനും തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷ, നമ്മുടെ നാട്ടുഭാഷയാണ് ഉപകരിക്കുക. അല്ലാതെ നാം സ്വീകരിച്ച വിദേശ ഭാഷയല്ല, ഇംഗ്ലീഷ് ഭാഷയല്ല. ആ ഇംഗ്ലീഷ് ഭാഷയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭാഷാജ്ഞാനം പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അന്ധവിശ്വാസം തന്നെയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും വലുത് എന്ന് ഗാന്ധിജി പറയുന്നത് എന്ത്? ഉത്തരം, സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താസൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസം. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഒരു 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അത് വളരെ നല്ലതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 50 കൊല്ലം മുമ്പെന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ല, മറിച്ച് നാട്ടുഭാഷാ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ മലയാളികളാണെങ്കിൽ മലയാളത്തിലുള്ള വിദ്യാഭ്യാസം, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് ഭാഷയിലുള്ള വിദ്യാഭ്യാസം, ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തി ഭാഷയിലുള്ള വിദ്യാഭ്യാസം. എന്നാൽ ഇപ്പോഴാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, 50 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, 50 കൊല്ലക്കാലമായി കഴിഞ്ഞ 50 കൊല്ലക്കാലമായി ഇന്ത്യക്ക് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ആശയവിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇന്നത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഈ വിദ്യാഭ്യാസം ഇല്ലായിരുന്നുവെങ്കിൽ നാം എന്താകുമായിരുന്നു എന്നറിയാൻ അതിന് യാതൊരു അനുമാന മാർഗവുമില്ല. എന്തായാലും ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഇന്ന് ഈ 50 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇന്നും ദരിദ്രമാണ്. സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി കുറവാണ്. ഇന്ത്യയുടെ മക്കൾക്ക് കരുത്തും ഇന്ന് കമ്മിയാണ്. ഇത് മുഴുവൻ ഭരണരീതിയുടെ കുറവ് കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസ രീതിയാണ് അതിലെ ഏറ്റവും ദൂഷ്യം ബാധിച്ച ഭാഗം.
ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നതിന് മുമ്പ് നാട്ടുഭാഷകളിൽ വിദ്യാഭ്യാസം ചെയ്തിരുന്ന കാലത്ത് ഇവിടെ എല്ലാം നല്ല രീതിയിലായിരുന്നു എന്നും ഒരേ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ആശയവിനിമയോപാധി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതിന് ശേഷം ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം താഴോട്ടാണ്, വളരെ കുറവാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കുറിച്ച് അദ്ദേഹം വേണ്ട, അത് വളരെ നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നു, ഞാൻ ഇംഗ്ലീഷിനെയോ ആ ഭാഷയിലെ ഉത്കൃഷ്ട സാഹിത്യത്തെയോ അപലപിക്കുകയാണെന്ന് വിചാരിക്കരുത്. അപലപിക്കുക, ആക്ഷേപിക്കുക. അപ്പൊ ഇംഗ്ലീഷ് സാഹിത്യത്തെ, ഇംഗ്ലീഷ് ഭാഷയെ ഞാൻ ആക്ഷേപിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ പുസ്തകം, അദ്ദേഹം അച്ചടിച്ചിറക്കുന്ന ഹരിജൻ എന്ന പുസ്തകത്തിന്റെ പംക്തികൾ, അതിലുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോടുള്ള എന്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും ഇന്ത്യയിലെ കാലാവസ്ഥയും വ്യത്യാസമാണെന്നും നാം മറ്റൊന്നു കടം കൊണ്ടാൽ നമ്മുടേതിനെ ദാരിദ്ര്യസ്ഥിതിയിൽ ആഴ്ത്തും. നമുക്ക് വിദേശാഹാരം ഭക്ഷിച്ചു വളരാൻ ഒരിക്കലും പറ്റുകയില്ല. നമ്മുടെ രാഷ്ട്രത്തിന് ആ ഭാഷയിലെയും ലോകത്തിലെ ഇതര ഭാഷകളിലെയും അനർഘനിധികൾ സ്വന്തം ഭാഷകളിലൂടെ കൈവരേണ്ട ആവശ്യവുമുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം പറയുകയാണ്, നാം മറ്റൊന്ന് കടം കൊണ്ടാൽ, നാം ഇംഗ്ലീഷ് ഭാഷ കടമെടുക്കുകയാണല്ലോ, നമ്മുടെ സ്വന്തമാണോ? അല്ല, നമ്മുടെ സ്വന്തമല്ലാത്ത ആ വൈദേശിക ഭാഷ നമ്മൾ കടമെടുക്കുന്നു. എന്നിട്ട് അതിൽ വിദ്യാഭ്യാസം ചെയ്യുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ പൗരന്മാരാകുന്നു. അപ്പൊ നാം മറ്റൊന്ന് കടം കൊണ്ടാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഷയെ താഴെയാക്കും, ദാരിദ്ര്യത്തിലാക്കും. ഇവിടെ അതാണ് സംഭവിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുകളിലേക്ക് എത്താൻ, ജോലി ലഭിക്കാൻ, വളരെ ഉന്നതിയിലെത്താൻ സാധിക്കൂ എന്ന് വന്നപ്പോൾ അന്നത്തെ ഉയർന്ന മേഖലയിലുള്ള എല്ലാവരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് പോയി. നമ്മുടെ നാട്ടുഭാഷാ പഠനം വളരെ താഴെയായി, ആരും പഠിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാം മറ്റൊന്ന് കടം കൊണ്ടാൽ നമ്മുടേതിനെ നമ്മൾ ദാരിദ്ര്യസ്ഥിതിയിലാഴ്ത്തും. നമുക്ക് വിദേശാഹാരം ഭക്ഷിച്ചു വളരാൻ ഒരിക്കലും സാധിക്കുകയില്ല. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്ടിലെ ഭക്ഷണം, നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, അതിന്റെ അത്ര സ്വാദ് നമുക്ക് മറ്റെവിടെ നിന്നും ലഭിക്കുകയില്ല. നമ്മളൊരു വിദേശ രാജ്യത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ, നമ്മുടെ വീട്ടിലെ ഭക്ഷണം മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടൂ. നമ്മുടെ രാഷ്ട്രത്തിന് ഭാഷയിലെയും ലോകത്തിലെ ഇതര ഭാഷകളിലെയും അനർഘനിധികൾ സ്വന്തം നാട്ടുഭാഷകളിലൂടെ കൈവരേണ്ട ആവശ്യമുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളിലും പല വിസ്തൃത കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും റഷ്യൻ ഭാഷയിലും അങ്ങനെ പല പല വിദേശ ഭാഷകളിൽ വിസ്തൃതമായ അനേകം നിധികൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ. ആ അനർഘനിധികൾ, വിലമതിക്കാനാവാത്ത ആ നിധികൾ നമുക്ക് നമ്മുടെ നാട്ടുഭാഷയിലൂടെ കൈവരണം. അത് നമ്മുടെ ഭാഷയിൽ വരുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ, വിവർത്തനം ചെയ്തു വരുമ്പോൾ നമുക്ക് ആ കൃതി വായിക്കാൻ പറ്റും. നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്കത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതര ഭാഷകളിലുള്ള, വിദേശ ഭാഷകളിലുള്ള കൃതികൾ നമ്മുടെ ഭാഷയിൽ തർജ്ജമ ചെയ്യണം. രവീന്ദ്രനാഥിന്റെ നിസ്തുലമായ കലാസൃഷ്ടികൾ ആസ്വദിക്കാൻ എനിക്ക് ബംഗാളി പഠിക്കേണ്ടതില്ല. രവീന്ദ്രനാഥ ടാഗോർ ഭാരതത്തിന്റെ വിശ്വപ്രസിദ്ധനായ കലാകാരൻ. അദ്ദേഹം ബംഗാളിയിലാണ് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം രചിച്ചത്. ഗീതാഞ്ജലി, നോബൽ സമ്മാനത്തിന് അർഹമായ ആ കവിതാ സമാഹാരം, അത് ബംഗാളിയിലാണ് രചിക്കപ്പെട്ടത്. ആ ബംഗാളി ഭാഷ, ഗാന്ധിജി ഗുജറാത്തിയാണ്, ഗാന്ധിജിക്ക് അറിയാവുന്നത്, ഗുജറാത്തിലാണ് ജനിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നു, രവീന്ദ്രനാഥ ടാഗോറിന്റെ നിസ്തുലമായ കലാസൃഷ്ടികൾ ആസ്വദിക്കാൻ എനിക്ക് ബംഗാളി പഠിക്കണ്ട, അത് ഗുജറാത്തി ഭാഷയിൽ തർജ്ജമ ചെയ്യുക. ആ തർജ്ജമയിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ടോൾസ്റ്റോയ്, റഷ്യൻ സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ ചെറുകഥകൾ ആസ്വദിക്കാൻ എനിക്ക് ഗുജറാത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും റഷ്യൻ ഭാഷ അഭ്യസിക്കേണ്ട ആവശ്യമില്ല. ടോൾസ്റ്റോയുടെ വിശ്വവിഖ്യാതമായ അനേകം ചെറുകഥകൾ
വളരെ രസകരമായ അർത്ഥം നിറഞ്ഞ ഗുണപാഠം നിറഞ്ഞ ചെറുകഥകൾ, ലോകപ്രസിദ്ധി ആർജിച്ച ചെറുകഥകൾ. അത് വായിക്കണമെങ്കിൽ റഷ്യൻ പഠിക്കണമെന്നൊരു നിയമമുണ്ടെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് റഷ്യൻ ഭാഷയിൽ നിന്നും നമ്മുടെ മാതൃഭാഷയിലേക്ക്, നാട്ടുഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ നമുക്കത് നിഷ്പ്രയാസം വായിക്കാനും ആസ്വദിക്കാനും പറ്റും. അപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെ നല്ല വിവർത്തനങ്ങൾ നമ്മൾ പഠിച്ചറിയുന്നു. വിവർത്തനങ്ങൾ കൊണ്ടുള്ള പ്രയോജനം എന്ത് എന്നൊരു ചോദ്യം അവിടെ വരാവുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ലോകത്തിലെ വിവിധ ഭാഷകളിൽ പഠിക്കേണ്ടവയിൽ വെച്ച് ഏറ്റവും നല്ലത് പഠിച്ച് നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക തൊഴിലാക്കിയ ഒരു സംഘം വിദ്യാർത്ഥികളെ നിയോഗിക്കുക ലാഭകരമായ ഒരു ധനവിനിയോഗമായിരിക്കും. അപ്പോൾ വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ നാട്ടുഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന്, വിവർത്തനം ചെയ്യുന്നതിന് അതിന് അറിവുള്ള വിദ്യാർത്ഥികളെ നിയോഗിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്റെ വിലപ്പെട്ട സഹപ്രവർത്തകരായ ബിരുദധാരികൾക്ക് തന്നെ സ്വന്തം ഹൃദയാന്തർഭാഗത്തുള്ള ചിന്തകൾ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ വല്ലാതെ കുഴങ്ങുന്നു. അദ്ദേഹം പറയുകയാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അവർ ഇംഗ്ലീഷിൽ നല്ല വിജ്ഞാനമുണ്ട്, അറിവുണ്ട്, ഒരുപാട് ബിരുദങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ സ്വന്തം ഹൃദയത്തിലുള്ള, ഉള്ളിലുള്ള ചിന്തകൾ ആവിഷ്കരിക്കാൻ പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല. അവർ അവിടെ കുഴങ്ങുന്നു. അവർ സ്വന്തം വീട്ടിൽ അപരിചിതരാണ്. ഇംഗ്ലീഷ് വാക്കുകളോ വാചകങ്ങളോ അവലംബിക്കാതെ സംഭാഷണം മുഴുമിപ്പിക്കാൻ വയ്യാത്തത്ര പരിമിതമാണ് അവരുടെ മാതൃഭാഷാ ജ്ഞാനം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ബിരുദധാരികൾ, അവർക്ക് മാതൃഭാഷയിൽ വലിയ അറിവില്ല. അവർ അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളോട് അവർക്ക് അവരുടെ നാട്ടുഭാഷയിൽ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അവർ അവിടെ അപരിചിതരാണ്, ആരുമല്ലാത്തവരാണ്. മാത്രവുമല്ല, ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കാതെ അവർക്ക് പൂർണ്ണമായിട്ടും അവിടെ സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര പരിമിതമാണ് അവരുടെ മാതൃഭാഷ ജ്ഞാനം. അവർക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളില്ലാതെ ജീവിക്കാൻ വയ്യ. അവർ പലപ്പോഴും തമ്മിൽ ഇംഗ്ലീഷിൽ എഴുതുന്നു. ഞാൻ എന്റെ കൂട്ടുകാരുടെ കാര്യമെടുത്തു പറഞ്ഞത് ഈ ദോഷം എത്രയധികം അടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാനാണ്. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെയധികം വലുതായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആ ആളുകൾ, അവർക്ക് അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ പൂർണ്ണമായും അവരുടെ മാതൃഭാഷയിൽ സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയുടെ സഹായത്തോടു കൂടിയല്ലാതെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരെല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. അവർ ഇംഗ്ലീഷിൽ എഴുതുന്നു, അതുപോലെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രം വായിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഭാരതത്തിന്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം ജഗദീഷ് ബോസിനെ കുറിച്ചാണ് പറയുന്നത്. ജഗദീഷ് ബോസ്, അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ അതീവ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ്. ബോസ് പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സന്താനമല്ല. അദ്ദേഹം തനിക്ക് പ്രവർത്തിക്കേണ്ടി വന്ന പരിതസ്ഥിതിയിൽ കഠിനമായ പ്രതിബന്ധങ്ങളിലൂടെ ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിജ്ഞാനം ബഹുജനങ്ങൾക്ക് മിക്കവാറും ദുർഗ്രഹമായിരുന്നു, മനസ്സിലാക്കാൻ പറ്റാത്തതായിരുന്നു ദുർഗ്രഹം. ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ബോസിനെ പോലെയാവാൻ സാധ്യമില്ലെന്നും നാം ചിന്തിക്കുന്നത് പോലെ തോന്നുന്നു. ഇതിലും വമ്പിച്ച ഒരു അന്ധവിശ്വാസം എനിക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. നമ്മെപ്പോലെ ഒരു ജപ്പാൻകാരന് നിസ്സഹായത തോന്നുകയില്ല. ജഗദീഷ് ബോസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സന്തതിയല്ല. അദ്ദേഹം ജീവിച്ച ആ പരിതസ്ഥിതിയിൽ കഠിനമായ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അതിലൂടെ ഉയർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വിജ്ഞാനം ബഹുജനങ്ങൾക്ക് വലിയ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ബോസിനെ പോലെയാവാൻ സാധ്യമല്ലെന്ന് നാം ചിന്തിക്കുന്നത് പോലെ തോന്നുന്നു. ഇതിലും വമ്പിച്ച
ഒരു അന്ധവിശ്വാസം എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ശരി തന്നെയാണ് അല്ലേ? ഇവിടെ സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകിയാൽ അധ്യയന ഭാഷ എന്തുകൊണ്ടും എന്തു വില കൊടുത്തും ഉടനെ മാറ്റണം. അദ്ദേഹം തുറന്നടിച്ചു പറയുകയാണ്, നമ്മുടെ അധ്യയന ഭാഷ, പഠന ഭാഷ പെട്ടെന്ന് തന്നെ മാറ്റണം. ഏത് രീതിയിൽ? നമ്മുടെ സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം കൊടുത്ത്. കേരളത്തിന്റെ ഭാഷ മലയാളം, മലയാളമായിരിക്കണം കേരളത്തിന്റെ അധ്യയന മാധ്യമം, അധ്യയന ഭാഷ. തമിഴ്നാടിന് തമിഴ്, ആന്ധ്രാപ്രദേശിന് തെലുങ്ക്, അങ്ങനെ അവരുടെ ആ മാതൃഭാഷ അതാക്കണം അധ്യയന ഭാഷ. അങ്ങനെ ചെയ്താൽ നിത്യവും പെരുകി വരുന്ന കുറ്റകരമായ ദുർവ്യയത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുക ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള താൽക്കാലികമായ അവ്യവസ്ഥയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലാതെ അതാത് നാട്ടുഭാഷകളിലൂടെ, മാതൃഭാഷകളിലൂടെയുള്ള അധ്യയനം നടത്തുകയാണെങ്കിൽ അത് ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെയധികം ഉപകരിക്കും എന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാന ഭാഷകളുടെ പദവിയും കമ്പോള വിലയും വർദ്ധിപ്പിക്കാനായി നീതിന്യായ കോടതികളിലെ വ്യവഹാര ഭാഷ ആ കോടതികൾ സ്ഥാപിച്ചിരിക്കുന്ന സംസ്ഥാനത്തിലെ ഭാഷയായിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇനി കോടതി ഭാഷയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കോടതികൾ, നീതിന്യായം നടപ്പിലാക്കുന്ന സ്ഥലം, അവിടെ ഇംഗ്ലീഷ് ഭാഷയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അത് മാറ്റിയിട്ട് അവിടുത്തെ വ്യവഹാര ഭാഷ, ആ കോടതികൾ എവിടെയാണോ, ഏത് നാട്ടിലാണോ, ഏത് സംസ്ഥാനത്താണോ ആ സ്ഥലത്തെ നാട്ടുഭാഷ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ കോടതി ഭാഷ മലയാളമായിരിക്കണം. സംസ്ഥാന നിയമസഭകളിലെ നടപടികൾ ആ സംസ്ഥാനത്തിലെ ഭാഷയിൽ അഥവാ സംസ്ഥാനത്തിൽ ഒന്നിലധികം ഭാഷയുണ്ടെങ്കിൽ അവയിലായിരിക്കണം. ഭരണ സ്ഥിരാകേന്ദ്രം, നിയമസഭ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ നടപടികൾ ആ സ്ഥലത്തെ മാതൃഭാഷയിലായിരിക്കണം. ഇനി ഒരു സംസ്ഥാനത്തിൽ ഒന്നിലധികം ഭാഷകൾ ഉണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഭാഷകൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു തമിഴന് തമിഴിനോട് ബന്ധപ്പെട്ട തെലുങ്ക്, മലയാളം, കർണാടകം എന്നീ ഭാഷകളിലെ ലളിതമായ വ്യാകരണവും ഏതാനും ശതം വാക്കുകളും പെട്ടെന്ന് പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധിജി ഈ ലേഖനം എഴുതുന്ന കാലത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് തമിഴ്നാടും കർണാടകവും അതുപോലെ ആന്ധ്രാപ്രദേശും എല്ലാം ഉൾക്കൊള്ളുന്ന, കേരളവുമെല്ലാം ഉൾക്കൊള്ളുന്ന ദക്ഷിണ ഭാഗമാണ് നിലവിലുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ ഇപ്പോൾ പതിവുള്ളതിലും കുറച്ച് സമയം മാത്രമേ എടുക്കാവൂ എന്ന് നമ്മുടെ സ്ത്രീ പുരുഷന്മാരോട് ഞാൻ പറയുമ്പോൾ അവർക്കതുവഴി ഉണ്ടാകുന്ന സന്തോഷം നഷ്ടപ്പെടുത്തുക എന്നതല്ല എന്റെ ഉദ്ദേശം. അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നല്ല, പഠിക്കുന്നതിന് കുറച്ച് സമയം എടുക്കൂ. ഇത്ര വമ്പിച്ച വില കൊടുക്കാതെയും വിഷമം സഹിക്കാതെയും കൂടുതൽ സ്വാഭാവികമായ ഒരു മാർഗം അവലംബിച്ചാൽ അതേ തോതിലുള്ള സന്തോഷം തന്നെ കൈവരും എന്നാണ് എന്റെ പക്ഷം. ലോകം അമൂല്യ സൗന്ദര്യമോലുന്ന അനേകം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ഈ രത്നങ്ങളെല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിലുള്ളതല്ല. തുല്യ വൈഭവമുള്ള കലാസൃഷ്ടികൾ തങ്ങൾക്കുണ്ടെന്ന് അന്യഭാഷകൾക്കും അഭിമാനിക്കാൻ വകയുണ്ട്. ഇതെല്ലാം നമ്മുടെ സാധാരണക്കാർക്കും കിട്ടണം. ഇവിടെ ലോകം അമൂല്യ സൗന്ദര്യമുള്ള അനേകം രത്നങ്ങൾ എന്ന് വെച്ചാൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭാഷകളിൽ അനേകം രത്നങ്ങൾക്ക് സമാനമായ പുസ്തകങ്ങൾ, കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രത്നങ്ങളെല്ലാം, ആ കൃതികളെല്ലാം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മാത്രം സ്വന്തമാണോ? ഒരിക്കലും അല്ല. അങ്ങനെയുള്ള കലാസൃഷ്ടികൾ മറ്റു ഭാഷകൾക്കും ലഭിക്കണം. ഇതെല്ലാം നമ്മുടെ സാധാരണക്കാരനും കിട്ടണം. നമ്മുടെ പഠിച്ച ആളുകൾ ഇവയെല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഓരോ ആളുകൾക്കും മനസ്സിലാക്കാൻ, വായിക്കാൻ പറ്റുകയുള്ളൂ. വിദേശ കൃതികൾ, വിശ്വവിഖ്യാതമായ എത്രയെത്ര കൃതികളാണ് വിഭിന്ന ഭാഷകളിൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം തർജ്ജമ ചെയ്താൽ, ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായാൽ അത് എല്ലാവർക്കും വായിക്കാൻ സാധിക്കുകയില്ല, മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയുകയില്ല. അപ്പോൾ ഓരോ കൃതികളും
അവരവരുടെ മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് കിട്ടണം. അപ്പോൾ എനിക്ക് ഒരു പുസ്തകം വായിക്കണമെങ്കിൽ അത് എൻ്റെ മാതൃഭാഷയായ മലയാളത്തിലാണെങ്കിൽ എനിക്കത് വായിക്കാനായിട്ട് താല്പര്യം തോന്നും. മാത്രമല്ല അത് വായിച്ചാൽ എനിക്ക് മനസ്സിലാകുകയും ചെയ്യും. അത് മനസ്സിലായാൽ മാത്രമേ ആ പുസ്തകത്തിന്റെ ആശയം, അതിന്റെ സന്ദേശം, അതിന്റെ പ്രസക്തി ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മുടെ പഠിച്ച ആളുകൾ, വിദ്യാഭ്യാസം കൂടുതലുള്ള എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ അത് നമുക്ക് വേണ്ടി നമ്മുടെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലെ അമൂല്യ സൗന്ദര്യമോലുന്ന രത്നങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പാഠത്തിന്റെ ആശയ വിവരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന്റെ ഉത്തരങ്ങളുമായിട്ട് വരാം. വളരെ പ്രാധാന്യമുള്ള, പരീക്ഷയ്ക്കൊക്കെ വരാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ